ओम गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वरा गुरु साक्षात् परम ब्रह्मा तस्मै श्री गुरवे नमः। होम मंत्रम ओम अग्ने तव यत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजिह्वाः त्वयि विषया इति समितो जुहोमि अहमित्याज्यं जुहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयश्च स्वाहा। ओम शान्ति शान्ति शान्तिः। गुरुषट्कम् ओम ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्री गुरवे नमः। महनीय चरित्राय ममतारहितात्मने नारायणयतीन्द्राय तस्मै श्री गुरवे नमः। शिशिरीकुर्वदे शान्त्यै कडाक्षै शिष्यसञ्चयान् ब्रह्मविद्या कोविदाय तस्मै श्री गुरवे नमः। वादिनां वादिने वाजं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्री गुरवे नमः। यस्य न कल्पते सिद्ध्यै पादाम्बुजरजोलवा नारायणयतीन्द्राय तस्मै श्री गुरवे नमः। ശ്രീകൃഷ്ണദർശനം. ഭൂയോ വൃത്തിനിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിന്മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. ഓം ശ്രീനാരായണ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകത്തിലെ 17ാമത്തെ ശ്ലോകം നോക്കാം. അഴലെഴുമഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവായെരിയൊന്നു നെയ്യതോ മുൻ പഴകിയ വാസനവർത്തി വൃത്തിയത്രേ. അഴലെഴും 5 ഇതള് ആർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. നമ്മുടെ ഈ സംസാര ജീവിതത്തെ ഒരു വിളക്കായിട്ട് ഗുരുദേവൻ ഉപമിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ വിളക്ക് എങ്ങനെയെന്നാൽ അതിന് 2 തട്ടുകളുണ്ട്. ഓരോ തട്ടിലും 5 വീതം തിരികളുമുണ്ട്. അതിന് വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന നിഴൽ ആ വിളക്കിൽ തന്നെ വീഴുകയും ചെയ്യുന്നു. ഈ 5 തിരികൾ കത്തി നിൽപ്പുണ്ട്. ഈ വിളക്ക് മുഴുവനായിട്ട് സദാസമയവും കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്രകാരമുള്ള ഈ ഉപമയിൽ നിന്ന് നമുക്ക് ഓരോന്നും എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം.
അവിടെ പറയുന്നു അഴലെഴും 5 ഇതളാർന്ന്. അഴൽ എന്ന് പറഞ്ഞാൽ ചൂട് അല്ലെങ്കിൽ താപം, ദുഃഖം എന്നും അർത്ഥം പറയാം. അപ്പോൾ സദാസമയം നമുക്ക് ദുഃഖങ്ങളെ മാത്രം നൽകുന്ന 5 ഇതൾ എന്ന് പറഞ്ഞാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മളിലേക്ക് ഓരോ അറിവിനെയും കൊണ്ടുവന്ന് തരുന്നത്. എന്നാലോ ഈ ഓരോ അറിവും നമുക്ക് ദുഃഖദായകങ്ങളാണ് എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അപ്രകാരമുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ഈ ദുഃഖകരമായിരിക്കുന്ന അറിവുകളെ ഒക്കെ തരുന്നതായി, അല്ലെങ്കിൽ അതിൽ നിന്ന് ദുഃഖം ഉണ്ടാക്കുന്നതായി ഉള്ള ഈ ജ്ഞാനേന്ദ്രിയങ്ങളോടുകൂടി 2 തട്ടായി, വിളക്കിന് 2 തട്ടുകളുണ്ട്. നമ്മുടെ ഈ ശരീരത്തിന് 3 ഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ. അതിൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പിടിയിൽ നിൽക്കുന്നത്. കാരണശരീരം എന്ന് പറഞ്ഞാൽ അതിന് ഇതിൻ്റെ ഒരു നിഴൽ മാത്രമായിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഈ വിളക്കിൻ്റെ തന്നെ കത്തി നിൽക്കുമ്പോൾ താഴെ ഉണ്ടാകുന്ന നിഴലിനെയാണ് കാരണശരീരമായി പറയുന്നത്. ഈ 2 തട്ടുകളെ സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ശരീരമെന്നും ഉപമിച്ചിരിക്കുന്നു ഗുരുദേവൻ. തന്നെയുമല്ല, ചുഴലും അനാദി വിളക്ക്. ഈ വിളക്കാണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയുള്ള വിളക്കാണ്? അനാദി വിളക്കാണ്. ഇത് എപ്പോഴും ഉണ്ടായി എന്ന് പറയാൻ കഴിയാത്തതുപോലെ ആദിയും അന്തവും ഇല്ലാത്ത ഒന്നാകുന്നു ഈ വിളക്ക്. എന്നിട്ട് നിഴൽ ഉരുവായി എരിയുന്നു. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിളക്കിൻ്റെ തന്നെ നിഴൽ ആ വിളക്കിൽ തന്നെയാണ് വീഴുന്നത്. അതിൻ്റെ താഴെ ഉള്ള ഭാഗത്ത് തന്നെയാണ് നിഴൽ പതിക്കുന്നതും. പിന്നെയോ നെയ്യതോ മുൻ പഴകിയ വാസന. ഈ വിളക്ക് കത്തുവാൻ ഉപയോഗിക്കുന്ന ഇന്ധനം അല്ലെങ്കിൽ നെയ്യ് എന്ന് പറയുന്നത് അത് ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത കർമ്മവാസനകളാണ്. പിന്നെയോ ഈ വിളക്കിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരിയോ അത് നമ്മളുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ആണ്. വൃത്തി അത്രേ എന്ന് പറഞ്ഞാൽ, വൃത്തി എന്ന് പറഞ്ഞാൽ തിരി, അത് വൃത്തി നമ്മുടെ മനോവൃത്തികളാണ്. ഈ മനോവൃത്തികളെയൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ശാസ്ത്രമാണ് നമ്മൾ പലരും പഠിക്കുന്ന യോഗ എന്ന് പറയുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയും. യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ നിരോധിക്കുന്നത്, ഇല്ലാതാക്കുന്നതാണ്. അല്ലെങ്കിൽ മനസ്സിൽ യാതൊരു ചിന്തകളും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് യോഗ എന്ന് പറയുന്നത്. ഗീതയിൽ പറയും, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അവിടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംശയവുമില്ല അർജുന, അത് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപായമുണ്ട്. അതാണ് വൈരാഗ്യേണ ച കൗന്ദേയ, വിരാഗം കൊണ്ട്. നമ്മൾ ഓരോ അനുഭവങ്ങളും മനസ്സിലാക്കി വരുമ്പോൾ അതിലെല്ലാം നമുക്കൊരു വിരക്തി അനുഭവപ്പെടും. ആ വിരാഗം കൊണ്ടും നിരന്തരമായ അഭ്യാസം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ 5 ഇതളാർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ 5 തിരിയുടെ പഴുതുകൾ, അതിനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്ക് സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലുമുണ്ട്. അതില്ലാത്തത് കാരണ ശരീരത്തിൽ മാത്രമാണ്. അപ്പോൾ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും ഇരുന്ന് ഒരുപോലെ എരിയുന്ന ഈ 5 നാളങ്ങൾ
എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയമാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിളക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് അനാദി വിളക്ക്, ചുഴലും അനാദി വിളക്ക് എന്ന് പറഞ്ഞത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിയില്ലാത്ത വിളക്കാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ നിഴൽ ഉരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. അതിൻ്റെ നിഴൽ ആ വിളക്കിൻ്റെ തന്നെ താഴെ ഭാഗത്ത് പതിക്കുന്നു. അതിനെയാണ് കാരണ ശരീരം എന്ന് നമ്മളിവിടെ ഉപമിച്ചത്. ഇപ്രകാരം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ഇവിടെ ഉപമിച്ചുകൊണ്ട് ആദിയും അന്തവുമില്ലാത്ത ഒരു വിളക്കായിട്ട് നമ്മുടെ ഈ ജീവിതത്തെ ഗുരുദേവൻ ഉപമിക്കുകയാണ്. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ, ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞാൽ, ആത്മാവ് ആകുന്ന അഗ്നി ദുഃഖത്തിൽ കൂടി അഴൽ നൽകുന്ന, അല്ലെങ്കിൽ താപത്തെ ദുഃഖത്തെ നൽകുന്ന 5 ഇന്ദ്രിയങ്ങളാകുന്ന 5 ഇതളുകൾ ഉള്ള സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരമാകുന്ന 2 തട്ടുകളോടുകൂടി കാരണശരീരമാകുന്ന നിഴലിനെയും വഹിച്ചുകൊണ്ട് പഴകിയ വാസന എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിലൂടെ നേടിയ വാസനയാകുന്ന എണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ നെയ്യൊഴിച്ച് മനോവൃത്തികളാകുന്ന തിരി നീട്ടി ആദിയും അന്തവുമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായ സംസാരം അല്ലെങ്കിൽ ജീവിതമാകുന്ന വിളക്ക് തൂക്കി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു ഉപമയാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഈ സ്ഥൂല ശരീരം എരിഞ്ഞ് ഇങ്ങനെ തീരുന്നതിന് ഉള്ളത് തന്നെയാണ്. സ്ഥൂലവും സൂക്ഷ്മ ശരീരവും അപ്രകാരം തന്നെയാണ്. ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എരിഞ്ഞു തീർന്നു കഴിഞ്ഞാൽ കാരണശരീരവും ഇല്ലാതെയാകുന്നു. ഈ ജന്മജന്മാന്തര വാസനകളാണ് ഇവിടെ എണ്ണയായിട്ട് ഉപമിച്ചിരിക്കുന്നത്. എപ്പോഴാണോ നമ്മളുടെ കർമ്മങ്ങളുടെ വാസന ഇല്ലാതാകുന്നത്, അപ്പോഴാണ് പുനർജന്മങ്ങൾ ഇല്ലാതാകുന്നത് എന്നാണ് വേദാന്തം പറയുന്നത്. എപ്പോഴാണോ നമുക്ക് കർമ്മവാസനകൾ ശരീരം ഉപേക്ഷിക്കുമ്പോഴും നഷ്ടമാകാത്ത അവസ്ഥ വരുന്നത്, അപ്പോഴെല്ലാം ഈ ജീവാത്മാവിന് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇവിടെയും ഗുരുദേവൻ പറയുന്നത്. അപ്രകാരം പുനർജന്മം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ശരീരം പരമപുരുഷാർത്ഥമായിരിക്കുന്ന ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ പ്രാപ്തമാണ് എന്നിരിക്കലും അതിനായി പരിശ്രമിക്കാതെ എല്ലാവരും കേവലം വിശപ്പടക്കുവാനും ഇണചേരുവാനും മാത്രമായുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിച്ച് കാലം കളയുന്നു എന്നതാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവം ചിലർ മാത്രം ഇതിനെ ആ പരമപുരുഷാർത്ഥമാകുന്ന മോക്ഷപഥത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ളവർ നിശ്ചയമായും അവരുടെ കർമ്മവാസനകളെയൊക്കെ ഇല്ലാതാക്കി ഈ മോക്ഷപഥത്തിന് അർഹരായിത്തീരുന്നു എന്നാണ് പറയുന്നത്. അല്ലാത്ത ആളുകൾ ഇങ്ങനെ നിരന്തരം ജന്മങ്ങൾ എടുത്ത് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനായിട്ട് വീണ്ടും ജനിച്ച് അങ്ങനെ ഭജഗോവിന്ദം പറയും പോലെ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. പുനർജന്മം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ കർമ്മവാസനകൾ എല്ലാം ഇല്ലാതാക്കണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കി തരുന്ന ആശയം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഭക്തനാണ് മോക്ഷപദവിയെ നേടാൻ യോഗ്യനായിത്തീരുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു.
അഴലെഴുമഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവായെരിയൊന്നു നെയ്യതോ മുൻപഴകിയ വാസനവർത്തി വൃത്തിയത്രേ.